ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ഉദ്യോഗസ്ഥൻ ഡി മണിക്കെതിരെ സന്ദീപ് വാര്യർ ഉന്നയിച്ച വിമർശനങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കവർന്നത് തില്ലങ്കേരി സംഘത്തിന്റെ സ്വർണം പൊട്ടിക്കൽ മാതൃകയിലാണെന്നാണ് സന്ദീപ് വാര്യറിന്റെ ആരോപണം. ഇത് കേരളത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ആരോപണം തന്നെയാണ്. 24 ക്യാരറ്റ് സ്വർണത്തിന് പകരം വില കുറഞ്ഞ ലോഹങ്ങൾ വെച്ച് പ്ലേറ്റിംഗ് നടത്തിയ വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറയുകയാണ്. അറസ്റ്റിലായ ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും കേവലം കരുക്കൾ മാത്രമാണെന്നും യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ ഇപ്പോഴും പുറത്താണെന്നുമാണ് സന്ദീപ് വാര്യരുടെ പക്ഷം. ഡി മണിയെ പോലെയുള്ള ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ ആരോപണമെത്തി. ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന ആരോപണമാണ് സന്ദീപ് വാര്യറും UDFും ഉയർത്തുന്നത്. കൂടാതെ സോണിയാഗാന്ധിയെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തുവാൻ നോക്കുന്നതിന് പാരഡി ഗാനത്തിനെതിരെ CPM നയങ്ങളും എല്ലാം കേവലം ഒരു തടിതപ്പലാണെന്നാണ് അദ്ദേഹം തുറന്നടിക്കുന്നത്. 24 ന്യൂസ് ഹാഷ്മി നയിച്ച പിന്നിൽ പുരാവസ്തു മാഫിയ എന്ന ചർച്ചയിലായിരുന്നു അദ്ദേഹം ഇതെല്ലാം വെളിപ്പെടുത്തിയത്. പിണറായി സർക്കാരിനെതിരെ ശബരിമല വിരോധത്തിന്റെ അവസാന ഉദാഹരണമാണ് സ്വർണ്ണമോഷണമെന്ന് സന്ദീപ് വാര്യർ കുറ്റപ്പെടുത്തി. പോലീസിനെ ഉപയോഗിച്ച പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് സന്ദീപ് വാര്യർ അറസ്റ്റ് ചെയ്യപ്പെടുകയും 9 ദിവസത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് സന്ദീപ് വാര്യർ നടത്തിയ ആ ചർച്ചയിലെ പറഞ്ഞ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോകാം. എല്ലാ കാര്യവും ഇപ്പോൾ തന്നെ തുറന്നു പറഞ്ഞാൽ ഈ പ്രതികൾക്കൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്കൊക്കെ എത്തുമെന്നേ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഈ കൊള്ളയും കള്ളക്കടത്തും കൊലപാതകവും ഒക്കെ അല്ലെങ്കിൽ കഞ്ചാവ് തോട്ട നിർമ്മാണവും ഒക്കെ ശീലമാക്കിയിട്ടുള്ള അനന്തൻ നമ്പ്യാരും കൊപ്ര പ്രഭാകരും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ആദ്യം തള്ളിപ്പറയേ, അത് കഴിഞ്ഞ് നമുക്ക് പോൾ ബാർബറിലേക്ക് എത്താം. 1. 2, അദ്ദേഹം പറഞ്ഞെന്താ, അദ്ദേഹം ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് എന്തിനായിട്ടാണ്? സോണിയാഗാന്ധിയെ കണ്ടു. മാഡം സോണിയാഗാന്ധിയെ ഒരുപാട് പേർ കാണുന്നുണ്ടാകും. അതെല്ലാം സംഭവിക്കുന്നത് ഈ സ്വർണ്ണപ്പാളി കവർച്ചയൊക്കെ പൊതുസമൂഹത്തിലേക്ക് വരുന്ന എത്രയോ മുമ്പ് നടന്നിട്ടുള്ള ഒരു കാര്യം. ആ ഒരു ഫോട്ടോഗ്രാഫ് വെച്ചിട്ടാണ് സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം എന്ന് അദ്ദേഹം പറയുന്നത്. CPMന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് അങ്ങനെ അഭിപ്രായമുണ്ടോ? മാഡം സോണിയാഗാന്ധിക്ക് ശബരിമലയിലെ ഈ വിഷയവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരം ഒരു ബന്ധമുണ്ടെന്ന് CPMന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പോലും അങ്ങനെ ആരോപണം ഇല്ലല്ലോ. അപ്പോ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി CPMന്റെ സൈബർ കടന്നലുകൾ ഒരുക്കി കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ ഇവിടെ വന്ന് പറയുകയാണ്. വാസ്തവത്തിൽ ഇവർക്ക് വേണ്ടി ന്യായീകരണങ്ങളൊക്കെ ചമയ്ക്കുന്നത് ഏത് മണ്ടന്മാരാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണല്ലോ പാരഡി പാട്ടിനെതിരെ കേസെടുക്കാൻ പോയത്. ആ പാരഡി പാട്ടിനെതിരെ കേസെടുത്തപ്പോൾ അവസ്ഥ എന്താ? ലണ്ടനിലെ പബ്ബിൽ വരെ ആ പാട്ടാ വരുന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ യുവാക്കൾ ആ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന ട്രെൻഡിങ് ആയി മാറി. അപ്പൊ ഇവരുടെ മണ്ടത്തരം കാരണം സംഭവിച്ചതാണ്. അപ്പൊ ജനങ്ങൾ വീണ്ടും അത് ചർച്ച ചെയ്യാൻ സാഹചര്യം ഉണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവരെ കൊണ്ട് ഈ മണ്ടത്തരം മുഴുവൻ ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ഒക്കെ അതിന് പുറകിൽ അയ്യപ്പന്റെ ഒരു മായ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ ഈ ചർച്ച ഇപ്പോഴും നീണ്ടുപോകാൻ കാരണമായത്. ഇവരെ ആ പാരഡി പാട്ടിലെടുത്ത കേസ് കൊണ്ടാണല്ലോ ഈ ചർച്ച ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാം, ഇതിനകത്ത് നടന്നിട്ടുള്ള വലിയ ഗൂഢാലോചന അല്ലെങ്കിൽ ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരെല്ലാം പുറത്തോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യാൻ, അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ ആരൊക്കെ നടത്തിയാലും അതിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് ഏത് കാര്യം എപ്പോൾ പറയണമെന്ന് സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ളയാളാണ്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഈ സോണിയാഗാന്ധിയെ കണ്ടത് സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും. അവരെ മുഴുവൻ, ആ ഫോട്ടോഗ്രാഫ് മുഴുവൻ വെച്ച് അവരെ മുഴുവൻ അന്വേഷിക്കണം, അതൊക്കെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ അന്വേഷിക്കുന്നത്. നിങ്ങളെ ഗവൺമെന്റ് ഭരിക്കുന്നു, നിങ്ങളുടെ ഗവൺമെന്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണം നടത്തുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു.